ഇടുക്കി ജില്ലയുടെ സ്വർഗമെന്നറിയപ്പെടുന്ന മൂന്നാറിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒന്ന് പോയി കണ്ടാലോ? എത്ര മനോഹരമാണല്ലേ ഈ കാഴ്ച! എന്ത് രസമാണ് ആ മൊട്ടക്കുന്നുകളിൽ കൂടി ആ തേയിലച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. മൂന്നാറിലേക്ക് വരുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു സ്വെറ്ററോ ഒരു ബ്ലാങ്കറ്റോ ഒക്കെ എടുത്ത് കൈ പിടിച്ചോളൂ. നല്ല തണുപ്പാണ് ഇവിടെ. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും ചുറ്റി നടന്ന് കാണാൻ പറ്റി. ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്ക് തിരക്കുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് അനുഭവപ്പെട്ടില്ല. ഇടയ്ക്ക് ഞങ്ങൾ വഴിയിലിറങ്ങി മൂന്നാറിൻ്റെ സ്വന്തം ചോളം കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. എന്ത് രസമാണെന്നറിയാം അവിടുത്തെ ചോളം കഴിക്കാൻ. ഒരു പ്രത്യേക രുചിയാണ് അവിടുത്തെ ചോളത്തിന്. ഓരോ യാത്രയും നമ്മളെ വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ കൊതിപ്പിക്കുന്നതാവണം. അങ്ങനെയൊരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ. എത്ര തവണ വന്നാലും നമുക്ക് മതിയാവില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇടുക്കി എത്ര സുന്ദരിയാണല്ലേ. ഹൈ റേഞ്ചിലെ ഓരോ മലനിരകൾക്കും ഓരോ കഥ പറയാനുണ്ടാവും. മനോഹരങ്ങളായ കഥകൾ, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുള്ള കഥകൾ. നമ്മളീ പോകുന്ന വഴി കുണ്ടള ഡാമിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ആ ഡാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെ നിരവധി സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ ആ ഡാം കാണാൻ വേണ്ടി മാത്രം. മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമും ഏകദേശം അടുത്തടുത്താണ്. ഒരുപാട് ദൂര വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ട് സ്ഥലത്തും ബോട്ടിംഗ് ഉണ്ട് കേട്ടോ.
ദാ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, 2018 പ്രളയകാലത്ത് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതാണ്. ഒരു ക്ഷേത്രവും കുറേ മനുഷ്യജീവനുകളും അന്നത്തെ ആ രാത്രിയിൽ ഒലിച്ചുപോയി. ഇന്നും കാണാതെ കിടക്കുന്നുണ്ട് മണ്ണിനടിയിൽ കുറേ ജീവനറ്റ ശരീരങ്ങൾ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ മൊട്ടക്കുന്നുകളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും കേട്ടോ നമുക്ക്. എത്ര സുന്ദരിയാന്ന് നോക്കുക അവളെ കാണാൻ. വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സൗന്ദര്യമുള്ള മൊട്ടക്കുന്ന്. കൂടുതൽ മനോഹരമായ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ.